പേര് ഇവിടെ വരുന്നുണ്ട്. ഗസ്റ്റ് ഒന്നുമല്ല, വലിയ ഗസ്റ്റ് ഒന്നുമല്ല, വീട്ടുകാർ തന്നെ. അതിന് വേണ്ട ചെറിയൊരു പാചകം. സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി എന്താണെന്ന് ചോദിച്ചത് ഇതിനാണേ. കണ്ട, നമ്മുടെ ഇത് ചെറിയ വാശി, അപ്പം അതിനകത്ത് വലിയ ഉരുളി കൊള്ളത്തില്ല. നേരത്തെ ആണെങ്കിൽ ഇതുപോലൊക്കെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇടുമായിരുന്നു. ഇപ്പം ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വീഡിയോ അങ്ങനെ ഇടുന്നില്ല. ഇപ്പം ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഫോണൊക്കെ ആയ സ്ഥിതിക്ക് വല്ലപ്പോഴും എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകളും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് രണ്ടും ദേവൂലം. ഇത് കയറത്തില്ല ഇന്നത്തെ. നമ്മൾ ഇത് കരണ്ട് ഉപയോഗിച്ച് കയറുന്ന വെള്ളമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തുറന്ന് വിട്ടേക്കുന്നത്. നമ്മളിവിടെ കണ്ടെത്തിന്ന് ഓസ് ഇട്ടേക്കുന്നത്. അപ്പം അത് വഴി വന്ന് നിറയുന്ന വെള്ളമാണ് ടാങ്കിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നുണ്ട്. ജലം അമൂല്യമാണ്, പാഴാക്കലെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടേക്കും. അപ്പം നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ ടാങ്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി ഒന്നുകൂടെ നോക്കിയാൽ മതി. നല്ല വൃത്തി നീറ്റാണ് കേട്ടോ. അവർ നല്ല വൃത്തിയായിട്ടാണ് തന്നേക്കുന്നത് ചിക്കൻ. ഞാനാണെങ്കിൽ ജോലിയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പഴയ പാട്ടൊക്കെ മൂളും. പാട്ടൊന്നും അറിയാവുന്നിട്ടല്ല. ഞാൻ ആ ലൈവിലൊക്കെയാണ് പാടുന്നത് കേട്ടോ. അതിന് ഞാൻ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും പാട്ടൊന്നും പാടിയിട്ടില്ല. സമൂഹഗാനത്തിന് ഇടയ്ക്കൊക്കെ കയറിക്കും ആൾ തികയാത്തതിന്. അല്ലാതെ ഞാൻ പാട്ടൊന്നും പാടിയിട്ടില്ല. ഇപ്പം പിന്നെ ലൈവിലൊക്കെ കയറി ചുമ്മായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ചിരിക്കുകയും ചെയ്യാം, എനിക്കൊരു സമയം പോക്കും ആവും. അങ്ങനെയൊക്കെ. ഇതെടുക്കത്തില്ലല്ലോ, പൂച്ചയ്ക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ കഷി ഇല്ലെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ കാണാത്തത്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ചിക്കനെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതൊക്കെ തൂക്കാനൊക്കെ ഉണ്ടോ? അവിടെ അല്ല, അവിടെ പോയിട്ട് വാ. ഞാനാണെങ്കിൽ പാത്രങ്ങളൊക്കെ അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ ജോലിക്ക് പോകുന്നത് കൊണ്ടേ പിന്നെ എല്ലാം നമുക്ക് പറക്കിയിട്ട് കഴുകാൻ പറ്റത്തില്ല. എന്നാലും എനിക്കങ്ങ് കഴുകുക. അപ്പോൾ അതുകൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചേക്കാണ് കബോർഡിനകത്ത്. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് തവികളും ഒക്കെ എടുത്ത് വെളിയിലിട്ടു. നമ്മൾ ഇന്ന് പോവില്ലേ, അപ്പോൾ അവരൊക്കെ കഴിക്കാനുള്ള പാത്രവും അതൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നാണെങ്കിൽ ഈ ചരുവത്തിലാണ് വെക്കുന്നത് കേട്ടോ. ഒരു ഇച്ചിരി ഏറെയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് വേറെ പാത്രത്തിലാണ്. പിന്നെ 3 കിലോ ചിക്കനോളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണേ. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴട്ടാം. എല്ലാം അരിഞ്ഞു വെച്ചേക്കും, വെള്ളമയം പോയില്ല. ഇത് മീൻകറി, ഇന്നലത്തെ മത്തിക്കറി ഉണ്ട്, അതാണ്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്. അവർ വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയും കപ്പ വേവിച്ചതാണ് സ്പെഷ്യൽ. ഈ തണുപ്പ് കാരണം ചെറിയെല്ലാം അങ്ങ് പൊട്ടി കേട്ടോ. ഒന്നും പറയണ്ട, വർത്താനം പറയാൻ പോലും വയ്യ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആദ്യത്തെ ഗസ്റ്റ് എന്ന് കാണാം. ഓക്കെ.